വിജിൻ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് പോകുമോ എന്ന്? ഇതുവരെയും എന്താണ് രാഹുലിന്റെ നീക്കം എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. നിലവിൽ MLA ഹോസ്റ്റലിനകത്തെ അദ്ദേഹത്തിന് അനുവദിച്ചിട്ടുള്ള റൂമിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത്. അല്പസമയത്തിനകം പുറത്തിറങ്ങാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം എത്തിയ MLAയുടെ കാറ് ഇപ്പോഴും MLA ഹോസ്റ്റലിനകത്തുണ്ട്. അത് ഓൺ ചെയ്ത നിലയിൽ തന്നെയാണ്. ഡ്രൈവർ ഇപ്പോഴും അതിനകത്ത് തന്നെ ഇരിക്കുകയാണ്. പാലക്കാട്ടേക്കാണോ പോവുക, തിരിച്ച് വീട്ടിലേക്കാണോ പോവുക എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അല്പസമയം മുമ്പ് നിയമസഭയിൽ നിന്നും ഇറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ PMG വഴി പ്ലാമൂട് ജംഗ്ഷൻ വരെ എത്തിയ ശേഷമാണ് തിരിച്ച് നിയമസഭയുടെ അടുത്തുള്ള വഴിയിലൂടെ MLA ഹോസ്റ്റലിനകത്തേക്ക് കയറിയത്. അതിനുശേഷം അദ്ദേഹം ഇതുവരെയും റൂമിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ റൂമിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്പസമയം മുമ്പ് KSU നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ നിള ബ്ലോക്കിന്റെ ഭാഗത്തു നിന്ന് ഇറങ്ങി വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ KSUവിന്റെയും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും കൃത്യമായ പിന്തുണ ഇപ്പോഴും രാഹുലിനുണ്ട് എന്നുള്ളതാണ് അനുമാനിക്കേണ്ടത്. അത് നേരത്തെയൊക്കെ കണ്ടതുപോലെ നേമൻ ഷജീറിനൊപ്പമാണ് നിയമസഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്ന സാഹചര്യം ഉണ്ടായത്. അല്പസമയം മുമ്പ് രാഹുൽ പുറത്തിറങ്ങിയാൽ രാഹുലിനെ തടയാനും ഒപ്പം തന്നെ പ്രതിഷേധം രേഖപ്പെടുത്താനും SFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ കുറേ സമയമായി കാത്തിരിക്കുന്നുണ്ട്. 2 ഗേറ്റുകളിലൂടെ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ MLA ഹോസ്റ്റലിനകത്തെ ബ്ലോക്കിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കഴിയൂ. അത് ആ 2 ബ്ലോക്കിനടുത്തും SFIക്കാർ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വലിയ പോലീസ് സന്നാഹവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അല്പസമയം ശേഷം ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണും എന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ നേമൻ സജീറിനെ ഉൾപ്പെടെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ഇതുവരെയും ഒരു തരത്തിലുള്ള അത്തരം ഒരു പ്രതികരണവും നിലവിൽ ലഭിച്ചിട്ടില്ല. എന്തായാലും നിയമസഭയ്ക്ക് അകത്ത് എത്തിയതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൽ വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ നേതൃയോഗം ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഉള്ള പ്രതികരണങ്ങൾ ഉൾപ്പെടെ വന്ന ശേഷം അടുത്ത നീക്കത്തിലേക്ക് കടക്കുക എന്നൊരു നീക്കമുണ്ടോ എന്ന കാര്യത്തിലും ഇതുവരെയും ഉറപ്പില്ല. ഒരുപക്ഷെ ഇന്ന് വീണ്ടും അടൂരിലേക്ക് പോവുകയും അടൂരിൽ നിന്ന് തിരിച്ച് നാളെ നിയമസഭയിലേക്ക് തന്നെ എത്തുകയും ചെയ്യും എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പാലക്കാടേക്ക് ഒരു ദിവസം കൂടിയെങ്കിലും നിയമസഭയിൽ ഹാജരായ ശേഷം പോകാം എന്നുള്ളൊരു തീരുമാനം ഉണ്ടോ എന്ന കാര്യത്തിലുള്ള അത്തരം അഭ്യൂഹങ്ങൾ ഒക്കെയാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത്. എന്തായാലും അടുത്ത അനുയായികൾ ഒക്കെയായി ഇപ്പോഴും ആശയവിനിമയം നടത്തിയാണ്, നേതാക്കളുമായി ഒക്കെ രാഹുൽ ആശയവിനിമയം നടത്തുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേമൻ ഷജീർ ഇപ്പോഴും നിയമസഭയിലെ ഈ MLA ഹോസ്റ്റലിന് അകത്ത് തന്നെ തുടരുകയാണ്. അദ്ദേഹത്തെ വിളിച്ചിട്ട് ഫോണിൽ ബന്ധപ്പെടാൻ പലതവണ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിൽ നിന്നും ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അല്പസമയം മുമ്പ് ഒരുപക്ഷെ പുറത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് മുമ്പ് ഡ്രൈവർ മുറിയിലേക്ക് പോയെങ്കിലും പിന്നീട് തിരിച്ച് വാഹനത്തിലെത്തി വാഹനം ഓൺ ചെയ്തിട്ട നിലയിലാണ്.